എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കുന്ന കാണണം. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫുഡ് ഇത്. ഇതിനകത്ത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, അതുപോലെ പാവയ്ക്ക അവിച്ചതുണ്ട്, പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ആണ്. അതിനകത്ത് ഇച്ചിരി എന്നാ പറയണ്ടേ, നമ്മുടെ ഈ സവാള അരിഞ്ഞിട്ടേക്കുന്നു. പിന്നെ നമ്മുടെ ഞാൻ എപ്പോഴും കഴിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ, സ്വാദ് എന്ന് പറയുന്ന കമ്പനിയുടെ തവിട് കളയാത്ത ചോറ്. അപ്പം ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ പോവാ. ഇത് ശരിക്കും പറഞ്ഞ മറ്റേ കാന്താരിയും നാരങ്ങ ഇട്ട് വെച്ച അച്ചാറിന്റെ കുപ്പിയ. ഈ ഇച്ചിരി സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്, അതും കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാളുടെ ഒരു ആഗ്രഹം പറയുമ്പം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ, അതിനുവേണ്ടി കഴിക്കുക. എത്ര സമയം എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു സ്റ്റൈലിങ്ങനെ ഒന്ന് പറയണമല്ലോ. ഒരു കറി ഒരു സമയം എടുക്കും, എന്നിട്ട് അങ്ങ് കഴിക്കും. അങ്ങനെ എടുക്കുമ്പം ഞാൻ എടുക്കുന്ന സാധനത്തിലും മുളകുണ്ടോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. പക്ഷെ കറിവേപ്പില ഉണ്ടെങ്കിൽ മാറ്റി കൊടുത്തു. കാര്യം എന്നാന്ന് വെച്ചാൽ കറിവേപ്പിലയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഭക്ഷണ പദാർത്ഥത്തിലെ വിഷാംശങ്ങളെയൊക്കെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഈ പാവയ്ക്ക അവിച്ചതും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി കൂട്ടി കഴിക്കുന്നത് എനിക്കിഷ്ടം. ഈ സവാളയും ചോറും എന്തിൻ്റെ കൂടെയും പോകും. അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്.
കാന്താരി മുളക് വിട്ടിട്ട് ഒരു പരിപാടി എനിക്കില്ല. എൻ്റെ ഒരു രീതി അങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എരിവ്. ഈ കുപ്പിക്കകത്തുള്ള സകല എരിവും സകല കാന്താരി ഞാൻ പുറത്തെടുക്കും. ഇനിയിപ്പോൾ ആ കൂടി കുറച്ച് എന്നാ പറയണ്ടേ, നാരങ്ങയുടെ ചാറ് മാത്രമേ ഉള്ളൂ. അതിപ്പം നമുക്കിങ്ങനെ പഠിച്ച് ഒക്കെ ഒപ്പിക്കുക, അത്രേ ഉള്ളൂ. അത് കൂടുതൽ പറ്റിയല്ല. കഴുകി ഒഴിച്ചുണ്ണാൻ ഇത് കഞ്ഞിയല്ല, അതുകൊണ്ടാണ്. ചിക്കൻ നല്ല ക്രിസ്പി പീസാ കണ്ട, അടിപൊളി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെന്തേലും ഭയങ്കര രുചികരമായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക ഇച്ചിരി പാടാം. കാര്യം കഴിപ്പിനും, അതും കേരളത്തിലെ കഴിപ്പിനൊരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. കഴിക്കുമ്പോൾ എപ്പോഴും ഒരു വൃത്തി ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം കേട്ടോ. എന്നാലും അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവും. കഴിക്കുമ്പോൾ മതി വൃത്തി, ആസ്വദിച്ച് ചവയ്ക്കുമ്പോൾ വേണ്ട. വാ തുറക്കാതിരുന്നാൽ മതി, വാ തുറക്കാതെ ചവയ്ക്കണം.
നമ്മൾ വൈകുന്ന എപ്പോഴേലും ചവച്ചരച്ച് എന്തെങ്കിലും പുറത്തെടുക്കുമ്പോൾ ആരും കാണാതിരിക്കാൻ ഇതാ ഇങ്ങനെ മൂടി പിടിച്ചു വേണം എടുക്കാൻ. അതെന്നെ പഠിപ്പിച്ച് ഒരു കത്തോലിക്ക അച്ഛനാണ്, എൻ്റെ ചേട്ടനാ. വലിയ കാര്യമൊന്നുമില്ല. സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഇല്ലാത്ത കണ്ണാടി എന്തിനാന്ന് ചോദിക്കരുത്. ഇതൊക്കെ കാണണ്ടേ, എന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. അതുകൊണ്ടാ. നന്ദിയോടുകൂടി നമ്മൾ ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത മീല് പ്രപഞ്ചം കൊണ്ടുവന്ന് തരും. ഒരു സംശയം വേണ്ട. ഭക്ഷണമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് കഴിഞ്ഞ് രതി വരും. രതി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കാര്യമല്ല, സെക്സ്. ഇതില്ലെങ്കിൽ മനുഷ്യനില്ല. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഒരനുഗ്രഹമായിട്ട് കരുതി തന്നെ ഫുഡ് കഴിക്കുന്നു. അതിലൊരു ഗിമിക്സും ഇല്ല. എനിക്ക് ഗിമിക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രകൃതി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. മുടി ഇച്ചിരി പോയി, ഷോ, ഞാനായിട്ട് ബാക്കിയുണ്ട്. മതി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്.